നമസ്കാരം. ജനകീയ വാർത്താ നിരത്തിന്റെ സമയമാണ് ഇനി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരം കൂടിയാണ് ഇത് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ഈ പരിപാടിയിൽ കണ്ടുമുട്ടുന്നത്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേരുന്നു. നമ്മൾ ആരംഭിക്കുന്നു പൊതുജനം കഴുതയില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഓരോ ദേശത്തെയും കൃത്യമായി മനസ്സിലാക്കി ആ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ടുകളായി പ്രേക്ഷകർക്ക് മുന്നിലേക്കും ഒപ്പം അധികാരികൾക്ക് മുന്നിലേക്കും വെക്കുന്ന പരിപാടിയാണ് പൊതുജനം കഴുതയില്ല സാർ എന്ന പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഉറപ്പാണ് നമ്മൾ നൽകുന്നത്. ഒപ്പം പ്രേക്ഷകരും ഈ പരിപാടിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ ഒപ്പം മറ്റു വാർത്തകളെല്ലാം അറിയിക്കാം. ഇതാ 2 നമ്പർ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരികയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം, ഒപ്പം ദൃശ്യങ്ങൾ അയച്ചു തരികയും ചെയ്യാം. ആദ്യം വിളിക്കേണ്ട നമ്പർ പറയുന്നു 048428305110. ഇനി വാട്സാപ്പിൽ പ്രേക്ഷകർക്ക് വാർത്തകളും ഒപ്പം ദൃശ്യങ്ങളും നൽകാം. അതിനായി ഒരു നമ്പർ കൂടിയുണ്ട്, 6235968937. അപ്പോൾ ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. നമുക്കിന്ന് ആദ്യം കോഴിക്കോട് തുടങ്ങാം. കോഴിക്കോട് വലിയങ്ങാടിയിലെത്തിയാൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് നമുക്ക് ഒരു നിത്യക്കാഴ്ചയായി മാറിയിരിക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ തെരുവു നായ്ക്കൾ വലിച്ചിഴക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. പ്രദേശത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ വലിയ ആശങ്കയിലാണ് ഇവിടുത്തുകാർ. മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ തന്നെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഗോഡൌണുകളോട് ചേർന്ന പ്രദേശമാണിത്. ഈ വിധത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നു തള്ളുന്നത്. കോർപ്പറേഷനിലെ 61-ാം വാർഡായ വലിയങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ പട്ടികളും പൂച്ചകളും വലിച്ചിഴച്ച് സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും കൊണ്ടുവരുന്നത് നിത്യക്കാഴ്ച. ഈ പ്രദേശം ഒരു സ്വകാര്യ വ്യക്തിൻ്റെതാണ്. പല പ്രാവശ്യമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളതിനെ കൊണ്ട് പല പ്രാവശ്യം നമ്മൾ ഇവരോട് പറയുന്നുണ്ട് ഇത് എടുത്ത് ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ വേലികെട്ട എന്നൊക്കെ പറയാമെന്നല്ലാതെ അവരെന്ത് ചെയ്യണില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇതൊക്കെ ഇവിടെ ഈ ഗോഡൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷങ്ങളുടെ സ്റ്റോക്കുകൾ ഇതിലൊക്കെ ഉണ്ട്. പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഇത് ആരെങ്കിലും ഒരു സ്പാർക്ക് ചെയ്യിപ്പിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ചിട്ടോ ബേജാറായി ഓടിയിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും മുൻകരുതലിൽ എന്നുള്ള നിലക്കായിരിക്കണം നീങ്ങേണ്ടത്. പ്രദേശത്ത് അനധികൃതമായി വസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് മാലിന്യം തള്ളുന്നത് എന്നാണ് പരാതി. ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. ഇതിൽ പിന്നെ അന്യസംസ്ഥാനത്ത് വന്ന ആളുകളാണ് കൂടുതൽ താമസിക്കുന്നത്. പക്ഷെ അവിടെ നിന്നും തന്നെ അവർ പിന്നെ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല, ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 2 ആൾ നിൽക്കേണ്ട സ്ഥാനത്ത് 8 ആളും 10 ആളൊക്കെയാണ് ഈ റൂമിൽ താമസിക്കുന്നത്. പല സമയങ്ങളിൽ ഇവിടെ പല സാംക്രമിക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വരും, നമ്മൾ ഈ വിഷയങ്ങൾ പറയും, ഇത് കാണിച്ചു കൊടുക്കും. എന്ത് ചെയ്തിട്ടും എന്താവുന്നില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു പ്രതീക്ഷയാണ്, എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും ഇതിനൊരു പരിഹാരമാവുന്നുള്ളത്. പക്ഷേ അത് നമ്മളെ പ്രതീക്ഷ മാത്രമായിട്ട് മാറാണ്. ഇതിന് കോർപ്പറേഷൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം ഇങ്ങനെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ലൈസൻസ്, ആ ലൈസൻസ് പ്രകാരം അവരെ റൂമുകളിൽ താമസിപ്പിക്കുക. പ്രതിഷേധങ്ങളെ തുടർന്ന് 3 വർഷം മുമ്പ് മാലിന്യം നീക്കം ചെയ്തിരുന്നെങ്കിലും വീണ്ടും പഴയപടിയായി. മഴ പെയ്താൽ ഇവിടെ നിന്നുള്ള മാലിന്യം ഒലിച്ചിറങ്ങുന്നത് സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തീപിടുത്തത്തിനുള്ള സാധ്യതയും ഏറെയാണ്. അപകടമുണ്ടായാൽ സമീപത്തെ കോടിക്കണക്കിന് രൂപയുടെ വീടുകളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കും. ഇടയ്ക്ക് പെയ്യുന്ന കനത്ത മഴ പ്രദേശവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. രോഗവ്യാപനത്തിനുള്ള സാധ്യത ഏറെയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ അനിവാര്യം. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അവിടെ ഉള്ളത് പ്രത്യേകിച്ചും ഒരു വലിയ മാലിന്യ മല തന്നെ പറയാം. വലിയങ്ങാടിയിലെ ഒരു മാലിന്യ മല തന്നെ ഉണ്ട് അവിടെ. അത് നീക്കം ചെയ്യാനുള്ള
ഉത്തരവാദിത്വം അവിടുത്തെ നഗരസഭയാണ്, കോർപ്പറേഷനാണ്. പക്ഷേ അവിടെ മാലിന്യം കൊണ്ടിടുന്ന ആൾക്കാർ കൂടി അതിന് ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ അത് ഒലിച്ചിറങ്ങുന്നത് മാത്രമല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കം കഴിക്കാൻ വരുന്ന തെരുവ് നായ്ക്കൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ കൊട്ടാരക്കരയിലെ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ ഒരു കുട്ടിയെ നായ കടിച്ചതും പിന്നീട് ആ കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായതും പിന്നീട് മരണത്തിന് കീഴടങ്ങിയതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു വലിയ പ്രശ്നമാണ്, നാടിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരും പറയുന്നത്. എന്തായാലും മഴക്കാലം കൂടി എത്തുമ്പോൾ മാലിന്യം അഴുകി ഒലിക്കുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഉടനെ തന്നെ നടപടികൾ വേണമെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്കാണ് ഇനി. താമസിക്കുന്ന ആൾക്കാരും ഇവിടെ ഈ മറ്റേ കച്ചവടക്കാരെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതിൽ നടന്നു വന്ന വഴിയാണത്. ഇത് കാലി സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെ കൊണ്ട് കിട്ടും, പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടി കുമാരായി മാറിക്കിടക്കണം. ഇതിപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഒരിച്ച് മറ്റവിടെ മാറ്റി വെലങ്ങാടിലേക്കും അവിടെ നിൽക്കും വെള്ളത്തിന് വരെ ഓവർ തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇതിനുള്ള ഓണർമാരെ ആയിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോലും ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യൂ? ഇതിനായിട്ടുള്ള കോർപ്പറേഷനായിട്ടും ഹെൽത്തായിട്ടൊക്കെ ഞങ്ങൾ കണ്ട് പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്. എന്നിട്ടും അതിനൊരു നടപടി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കറക്റ്റ് വയ്യ ഇവിടെ അങ്ങോട്ട് ഈ മറ്റേ ഒരു 3-4 മറ്റേ ബിൽഡിംഗ് വന്ന ഹിന്ദിക്കാർ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഇവിടെയൊക്കെ താമസമായിട്ട് രാത്രി നമ്മളില്ലാത്ത സമയത്താണ് കൊണ്ടുപോയിടുക. ഫുള്ള് രാവിലെ വരില്ല, 4 മണി 5 മണിക്ക് അവർ കൊണ്ടുപോയി എറിഞ്ഞിട്ട് പോവാം. 3 കൊല്ലം കൊണ്ടാണ് ഇക്കോലത്തിലായത്. 2 കൊല്ലം കൂടി എന്താ കഥ? ഇവിടെ വയ്യ തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്ക് കാസർഗോഡേക്കാണ്. കോഴിക്കോട് നേരെ പോകുന്നത് വീണ്ടും വടക്കോട്ടാണ്, കാസർഗോഡേക്കാണ്. അവിടെ 14 വർഷമായി ദാഹിച്ചു വലയുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം നൽകുന്ന ഒരു മനുഷ്യനുണ്ട്. കാസർഗോഡ് ബിരിക്കുളം സ്വദേശി ജനാർദ്ദനാണ് നന്മയൂറുന്ന ഈ മനസ്സിന്റെ ഉടമ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 14 വർഷമായി ഇതേ രീതിയിലുള്ള സേവനം നടത്തുന്നതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിലുണ്ട് ആ നാടിന്റെ പ്രശ്നം. അതായത് കുടിവെള്ളത്തിനായി പൈപ്പോ കിണറോ അടുത്ത് വീടുകളോ ഇല്ലാത്ത ബിരിക്കുളത്ത് ജീവിതകാലം മുഴുവൻ വെള്ളം എത്തിക്കാനാണ് ജനാർദ്ദന്റെ തീരുമാനം. ആ സേവനം തുടരുകയാണ്. അപ്പോൾ തന്നെ ആ സേവനത്തിലൂടെ തന്നെ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ജനാർദ്ദനൻ. അവിടെ വർഷങ്ങളായി ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ബിരിക്കുളത്തെ ഈ കുടിവെള്ള ഇല്ലായ്മ അല്ലെങ്കിൽ കുടിവെള്ളത്തിനുള്ള ക്ഷാമം അത് പരിഹരിക്കണമെന്ന ആവശ്യം കൂടിയുണ്ട്. റിപ്പോർട്ട് കാണാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ജനാർദ്ദന ചേട്ടനല്ലേ? അതെ, ഞങ്ങൾ അന്വേഷിച്ച് വന്നാ. ആ പറഞ്ഞു. ബിരിക്കുളം വന്നപ്പോഴേ ആ നിങ്ങൾ കുറേ വെള്ളം കൊടുക്കുന്നു അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അതിൻ്റെ തിരക്കായിരിക്കില്ലേ? അതെ അതെ, ഞാനൊരു 14 വർഷമായിട്ട് അവിടെ വെള്ളം ഇതുപോലെ കുടിവെള്ളം കൊണ്ടുവെക്കുന്നുണ്ട്. വെള്ളം കൊണ്ടുപോകാനുള്ള തിരക്കില്ല, രാവിലെ കൊണ്ട് പോകാനുള്ള തിരക്കില്ല. 14 വർഷമായി നിരവധി ആളുകൾ ഇതേ വെള്ളം ആശ്രയിച്ച് ദാഹം അകറ്റുന്ന ഒരു രീതിയുണ്ട്. ചേട്ടാ ഇതിപ്പോൾ നമ്മളെങ്ങനെ ആദ്യം തുടങ്ങിയത്? അത് ഈ ബിരിക്കുളത്ത് പിന്നെ കുടിവെള്ളത്തിനൊരു ക്ഷാമം ഉള്ളൊരു പ്രദേശമാണ്. അപ്പം അവിടെ യാത്രക്കാരും മറ്റും ഇങ്ങനെ വെള്ളം കിട്ടാൻ ചില സമയത്ത് ബസ് കാത്ത് നിൽക്കുന്ന ആൾക്കാർ വെള്ളം കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഒരു ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, കാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ വന്ന് പിന്നെ കടകളെല്ലാം അടഞ്ഞു കിടന്ന ഒരു സമയമായിരുന്നു. വെള്ളം വാങ്ങി കുടിക്കാനൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിലവിൽ ഒരു വെള്ളം വെക്കാനുള്ള ഒരു സ്റ്റീലിൻ്റെ ജാറ് ഞങ്ങൾക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തൊട്ട് ഞങ്ങൾ ഈ വെള്ളം അവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ചേട്ടാ അപ്പോൾ 2011 മുതലല്ലേ നമ്മൾ തുടങ്ങി? അതെ അതെ, 2011 മുതൽ ഓട്ടോറിക്ഷ തന്നെയാണോ കൊണ്ടുപോകുക? അതെ അതെ. ചേട്ടാ നമുക്കപ്പോൾ ബിരിക്കുളം പോയിട്ടേ നമുക്ക് ആ ടാങ്കൊക്കെ ഒന്ന് കാണാം. ഓ കാണാം, ഞാൻ കയറട്ടെ? പോകാം. ആ ശരി.
ചൂടുകാലം അല്ലേ? അതെ അതെ അതെ, ഭയങ്കര ചൂടായിട്ട് ഈ വെള്ളം ഒരു ആശ്വാസം തന്നെയാണ് എല്ലാവർക്കും. കാരണം ഞാനൊരു ടൈലറിങ് നടത്തുന്ന ആളാണ്. പണ്ട് കാലത്ത് ഇവിടെ ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വെള്ളം അന്നും ഒരു നിസ്സാരമായി കണ്ടെങ്കിലും ഇന്നത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും. ദാഹിക്കുന്നവർക്ക് കുടിവെള്ളം മാത്രമല്ല, തണലേകാൻ ഒരരയാൽ മരവും ജനാർദ്ദന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 14 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു എന്നത് ഏറ്റവും വലിയ സന്തോഷം. ബിരിക്കുളത്ത് നിന്ന് രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24. വലിയ നന്മയുള്ള മനസ്സിനുടമയാണ് ജനാർദ്ദൻ എന്ന് പറയാതെ വയ്യ. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ബിരിക്കുളത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം അല്ലെങ്കിൽ ആവശ്യം എത്രയാണോ അത്രയും വെള്ളം എന്തുകൊണ്ട് കിട്ടുന്നില്ല, കുടിവെള്ളത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സ്ഥിതി അവിടുത്തുകാർക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് എന്തുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. സംസ്ഥാനത്ത് പലയിടത്തും ഈ വന്യമൃഗശല്യം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വയനാട് മേപ്പാടിയിലും സമാനമാണ് അവസ്ഥ. മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. പട്ടാപ്പകലും ജനവാസ മേഖലകളിൽ കാട്ടാനകൾ വിലസുന്നതാണ് മേപ്പാടിയിൽ കാണാൻ സാധിക്കുക. ഫെൻസിംഗ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ലെന്നും വനംവകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമല്ല എന്നും നാട്ടുകാർ പറയുന്നു. പലയിടത്തും വൈദ്യുതി വിളക്ക് പോലുമില്ല. വനംവകുപ്പിന്റെ പ്രതിരോധ നടപടികൾ എങ്ങും എത്തുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് ഇതിൽ പ്രതിഷേധിച്ചത്. എരുമക്കൊല്ലിയിൽ അറുമുഖൻ എന്ന മനുഷ്യനെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. വനംവകുപ്പ് സംഘം ആനയ്ക്കായി തെരച്ചിൽ നടത്തി. കുങ്കിയാനകളെ ഉപയോഗിച്ചും തെരച്ചിൽ നടന്നു. എന്നിട്ടും കൊലപ്പെടുത്തിയ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ പ്രതിഷേധ കാരണത്തിന്റെ ദൃശ്യങ്ങൾ ഇതാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ല, പലയിടത്തും ഇറങ്ങുന്നുണ്ട് കാട്ടാനകൾ. ഇപ്പോൾ കരടി ശല്യവുമുണ്ട്. എരുമക്കൊല്ലിയിൽ, കടൂരിൽ, മീനാക്ഷിയിൽ, നെല്ലിമുണ്ടയിൽ, ചുളുക്കയിൽ, പാറയ്ക്കം വയലിൽ, കുന്നമ്പറ്റയിൽ, ഇവിടെയെല്ലാം വന്യമൃഗ സാന്നിധ്യം ജനവാസ മേഖലയിലുണ്ട്. ജനജീവിതത്തിന് ഭീഷണി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം. മുമ്പുണ്ടായിരുന്നത് 1-2 ആനകളുടെ ശല്യമാണെങ്കിൽ ഇന്ന് കൂട്ടമായി ആനകൾ നാട്ടിലിറങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യന് വൈകുന്നേരമായാലും ഒരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനവാസ മേഖലയിലാണ് ആനയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പണം അനുവദിച്ചു എന്ന് പറയുന്നു. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് 2.5 വർഷം പിന്നിടുമ്പോഴും ഫെൻസിംഗിന് ആവശ്യമായ ഒരു ഇടപെടലും നടത്താൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. ഫെൻസിംഗ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. വനം വകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമല്ല. വൈദ്യുതി വിളക്കുകൾ പോലും പലയിടത്തുമില്ല. അങ്ങനെ ആരോപണങ്ങൾ അനവധിയായി ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ. മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും സമരത്തിന്റെ ഭാഗമായി. ഏകദേശം 9 ആനകൾ ജനവാസ പ്രദേശങ്ങളിൽ രാവും പകലും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളടക്കം ഉള്ളവർക്ക് ആ പ്രദേശത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ 10 വർഷത്തിനിടയ്ക്ക് ആനയുടെ ആക്രമണം മൂലം 8 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇത് ഇനിയും തുടരില്ല എന്ന് നമ്മൾ ഭരണാധികാരികൾ പറയുമ്പോഴും ഈ ആനയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനങ്ങളും ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയം, പട്ടാപകൽ പുറത്തു ജോലി ചെയ്യാൻ ഭയം. അങ്ങനെ മനുഷ്യജീവിതം അത്രമേൽ പ്രയാസകരം. ഇതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത്. കാട്ടാന ശല്യത്തെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫെൻസിംഗ്, വൈദ്യുതി വിളക്കുകൾ തുടങ്ങിയ ആവശ്യങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധ ചൂട് എന്താണെന്ന് ആ മാർച്ചിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും വനംവകുപ്പ് കുങ്കികളെ ഇറക്കി അവിടെ പരിശോധിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട അറുമുഖനെ ആക്രമിച്ച ആനയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മേപ്പാടിയിൽ കാട്ടാനശല്യം രൂക്ഷവുമാണ്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകാൻ ഇനിയും ജീവൻ പൊലിയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇന്നലെ രാത്രി ഇന്നലെ 8-8:30 മണിക്ക് കരടി ഉണ്ടായിരുന്നു. ഇന്നലെ ഇത് നിരന്തരം ആനെ കൊണ്ടൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ നിവർത്തില്ല, ഒരു നിവർത്തില്ല. ഒരു കൃഷി ഉണ്ടാക്കാൻ വയ്യ, പുറത്തിറങ്ങാൻ വയ്യ. കുട്ടികൾ രാവിലെ മദർസ് പോകുന്ന ആൾക്കാരല്ലേ, മദർസ് പോകാൻ വയ്യാത്ത കോലത്തിലാണ് ഇപ്പം ഉള്ളത് എല്ലാവരും. ഫെൻസിങ്ങിലോ ഒന്നുമില്ല, ശരിക്കും വാച്ചർമാർ വരെ അല്ല അവിടെ. ഓലിങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി 4 പടക്കം പൊട്ടിച്ച് പോകുക എന്നല്ലാതെ വേറെ സംവിധാനമൊന്നുമില്ല. ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും പോലെ നമുക്ക് പറമ്പിൽ പോയി കയറി പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇതുവരെ. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ തന്നെ മേപ്പാടി ടൗൺ കാലിയാകുന്ന ഒരു ഇതാണ്. കാരണം എല്ലാവരും അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക, വേഗം എത്തുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഫോറസ്റ്റുകാർ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പോലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാർ ഇവിടെ എത്തിപ്പെടുന്നത്. എൻ്റെ വീടിൻ്റെ 3-4 ദിവസം മുന്നെയാണ് എൻ്റെ വീടിൻ്റെ അവിടെ വന്ന് എൻ്റെ വീട്ടിൽ കയറുന്നിടത്തൊരു പ്ലാവുണ്ട്, അതിൽ നിന്ന് ചക്ക കൊടുത്ത് 1.5 മണിക്ക് രാത്രി 1.5 മണിക്ക് വീട്ടിൽ നിന്ന് അപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞ ആന വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഉറക്ക് കഴിച്ച് ഞാൻ അകത്തുനിന്ന് ഒച്ചപ്പാടും, ഞാൻ ഒറ്റയ്ക്കുള്ളിരുന്നു വീട്ടിൽ. അപ്പോൾ വിളിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി പിടക്കെടുത്ത് പൊട്ടിപ്പിച്ചപ്പോൾ താഴെ ഇറങ്ങി 400 എന്നൊരാളെ പിന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്ന് 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതുവരെ നെഗറ്റീവായത് 49 ഫലങ്ങളാണ്. 40 പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ചേർത്തു. 152 പേരാണ് ആകെ സമ്പർക്ക പട്ടികയിൽ നിലവിലുള്ളത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ആദ്യം അറിയേണ്ടത് ഈ നിപ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന സ്ത്രീയുടെ ആരോഗ്യനിലയാണ്. അത് ഗുരുതരമായി തുടരുന്നു എന്ന് പറയുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ കൂടുതൽ പേർ നിപ നെഗറ്റീവ് ആവുന്നുണ്ട്. അത് ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാണ്. സമ്പർക്ക പട്ടികയിൽ പുതുതായി പേരേർക്കപ്പെട്ടവർ അത് ഏത് മേഖലയിലുള്ളവരാണ്, ഏത് പ്രദേശത്തുള്ളവരാണ്? വിവരങ്ങൾ പറയൂ. പ്രജിൻ, നിപയെ സംബന്ധിച്ച ഇന്നത്തെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. നിപ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ള 42 വയസ്സുള്ള യുവതി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഏകദേശം ഇപ്പോൾ 12 ദിവസമായി ആ ഗുരുതരാവസ്ഥയിൽ അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. 2 തവണ ആൻറ്റിബോഡി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ആ ഒരു ഗുരുതരാവസ്ഥ എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത്. മറ്റൊന്നുള്ളത്, ഒരു ആശ്വാസം പകരുന്ന ഒരു വാർത്ത, ഇപ്പോൾ 2 പരിശോധനാ ഫലം കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൂടി നെഗറ്റീവ് ആയിരിക്കുന്നു. ഇതോടുകൂടി 49 പേർ ഇതുവരെ പരിശോധിച്ച 49 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് എന്നുള്ളതാണ്. സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു എന്നുള്ളതും ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഈ സമ്പർക്ക പട്ടികയിൽ 40 പേരെ കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി ഇപ്പോൾ 152 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അത് മലപ്പുറത്ത് മാത്രമല്ല, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഉള്ളവരും ഉണ്ട്. അത് ഇവിടെ നിന്ന് പോയിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ളവരാണ് അവിടെ ആ ഒരു നിരീക്ഷണത്തിൽ, ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 8 പേരാണ് ചികിത്സയിലുള്ളത്. അതായത് രോഗിയുമായി പ്രൈമറി കോൺടാക്റ്റ് ഉള്ളതിൽ ചെറിയ ലക്ഷണങ്ങളുള്ള 8 പേരാണ് ചികിത്സയിലുള്ളത്. 2 പേർ ഇപ്പോൾ ICUവിലാണ്. അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ICUവിലാണ് ഉള്ളത്. അവരുടെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നുള്ളതുമാണ് അറിയുന്നത്. പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആവുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹൈറിസ്ക് പട്ടികയിലുള്ള 13 പേർക്ക് പ്രൊഫൈലാക്സിസ് ചികിത്സ നൽകി വരുന്നു എന്നുള്ളതും ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ഇന്ന് 881 വീടുകൾ കൂടി, അവിടെ പനിയുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് 881 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ കേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിപയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതൊരു വെല്ലുവിളിയായി തന്നെ ഇപ്പോഴും കേരളത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ആ രോഗിയുടെ വീട്ടിൽ ഒരു പൂച്ച ചത്തിട്ടുണ്ട്. അതിന്റെ സാമ്പിളുകൾ എടുത്ത് ഭോപ്പാലിലേക്ക് അയച്ചിരിക്കുക. അതിന്റെ പരിശോധനാ ഫലം കൂടിയാണ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. പ്രജിത്ത്. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്തു നിന്നും നിപയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. തെരുവുനായ പേടിയിലാണ് സംസ്ഥാനം. കൊല്ലം അഞ്ചലിലും മലപ്പുറം മുണ്ടുപറമ്പിലും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. അഞ്ചൽ കരുകോണിൽ കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. മലപ്പുറം മുണ്ടുപറമ്പിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കാതെ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അഞ്ചൽ കരുകോൺ ടൗണിൽ ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. മദ്രസയിൽ പോയ കുട്ടിക്കും 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കുമടക്കം 7 പേർക്കാണ് നായയുടെ കടിയേറ്റത്. മൊത്തവും പട്ടികളാണ് ഇറക്കിയത്. മൊത്തം 8-9 പേര് ഇന്ന് രാവിലെ കടിച്ച്. ഒന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അതല്ലെങ്കിൽ പട്ടികളെ ജനങ്ങളെ മാത്രം കടിച്ചു കൊന്ന, പട്ടി അടിച്ചു കൊന്ന ഇവിടെ കേസ്. ജനങ്ങളെ കൊന്ന ഒരു വിഷയമില്ല. കരുകോൺ ടൗണിൽ നിന്നവരെയും കടയ്ക്കുള്ളിലിരുന്നയാളെയും നായ കടിച്ചു. പ്രദേശവാസിയായ ബൈജുവിനെ തള്ളിയിട്ട ശേഷം മുഖത്തും ശരീരത്തും നായ കടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രദേശവാസികൾ തെരുവുനായയെ തല്ലിക്കൊന്നു. നായയുടെ കടിയേറ്റ 5 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. രാവിലെ 6 മണിയായപ്പോൾ 5-6 പേരുള്ളത് കടത്തിനായിരുന്നത്. ആ കടത്തിനായിരുന്ന അവിടെ എവിടുന്നോ ഓടി വന്ന പട്ടിയാ ഒരുത്തനെ കടിച്ച് തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. വീണ്ടും തിരിച്ച് വന്നിട്ട് ചന്തയുടെ കൊണ്ട് കയറിപ്പോയി അവിടെ ഇന്നവരെല്ലാം നേരത്തെ കടിച്ചു. മലപ്പുറം മുണ്ടുപറമ്പിൽ തെരുവുനായുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുടിവെള്ള പ്ലാന്റിൽ ജോലിക്കാരനായ ഇഫ്സാന് രക്ഷയായത് സമീപത്തെ കച്ചവടക്കാരുടെ അവസരോചിതമായ ഇടപെടൽ. അന്ന് കുളർക്കാണ്ട നായ വന്ന് കടിച്ചു വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ. അപ്പോൾ അത് പാൻറ്റിനാണ് കടിച്ചത്. അപ്പോൾ കൈ കൊണ്ട് തട്ടി മാറ്റി പിടിച്ചിട്ട് പിന്നെ അവിടെ അയൽവക്കത്തുള്ള കടയിലുള്ള ആളുകളൊക്കെ വന്ന് അവരാണ് ശരിക്കും നമ്മളെ കഴിച്ചിലാക്കിയത്. മുണ്ടുപറമ്പടക്കം മലപ്പുറത്തിന്റെ വിവിധ പ്രദേശങ്ങളും തെരുവുനായ ഭീഷണിയിലാണ്. പെരുവള്ളൂരിൽ തെരുവുനായ കടിച്ച് 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചത് കഴിഞ്ഞ മാസമാണ്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം 24 കൊട്ടാരക്കര. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതൽ സാർ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.